ഹലോ, അസ്സാം വലൈക്കും, നമസ്കാരം. ഇന്നത്തെ നമ്മുടെ ഐറ്റം എന്ന് പറയുന്നത് ഒരു ഇഫ്താർ സ്പെഷ്യൽ ആയിട്ടുള്ള ഡ്രിങ്ക് ആണ് കേട്ടോ. നമുക്ക് എളുപ്പം ചെയ്യാൻ പറ്റുന്ന എന്നാൽ വളരെ ടേസ്റ്റിയും കുറച്ച് സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ഡ്രിങ്ക് ആണ്. സാധാരണ നമ്മൾ ആപ്പിൾ വെച്ചിട്ട് ഷേക്ക് അതല്ലെങ്കിൽ ജ്യൂസൊക്കെ തയ്യാറാക്കുന്നവരാണ്. പക്ഷെ അതിൻ്റെ കൂടെ ഒരു ഐറ്റം കൂടെ ചേർത്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ സ്പെഷ്യൽ ആയിട്ടൊരു ഡ്രിങ്ക് നമുക്ക് തയ്യാറാക്കിയിട്ട് എടുക്കാൻ വേണ്ടി പറ്റും. അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോവാം. നമ്മുടെ സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു ആപ്പിൾ ഡ്രിങ്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ആദ്യം തന്നെ കുറച്ച് കസ്റ്റേർഡ് തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ്. കസ്റ്റേർഡ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 2.5 കപ്പോളം പാല് ഈ ഒരു പാനിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഇതിലേക്ക് ഈ ഒരു സ്റ്റേജിൽ നമ്മൾ ആവശ്യത്തിനുള്ള മധുരം കൂടെ ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ഈ ഒരു സ്റ്റേജിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ മധുരത്തിന് ആവശ്യമായിട്ടുള്ള ഷുഗർ കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഒരു പാൽ അത്യാവശ്യം ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് പാൽ ചൂടാക്കിയിട്ട് എടുക്കുക. ഒരുപാട് തിളപ്പിച്ചെടുക്കണ്ട, ഒന്ന് ചൂടാക്കിയിട്ട് എടുക്കുകയാണ് ആദ്യം ചെയ്യേണ്ടത്. നമ്മുടെ ഈ ഒരു പാല് ചൂടായിട്ട് വരുന്ന സമയം കൊണ്ട് നമുക്കിതിലേക്കുള്ള കസ്റ്റേർഡ് പൗഡർ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ ഞാനിവിടെ വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. 3 ടേബിൾ സ്പൂണോളം വനില ഫ്ലേവേർഡ് ആയിട്ടുള്ള കസ്റ്റേർഡ് പൗഡർ ഒരു ബൗളിലേക്ക് എടുക്കുക. ഇനി ഇതിലേക്ക് നമുക്കൊരു 5 ടേബിൾ സ്പൂണോളം നമ്മൾ തണുത്ത പാൽ, അതായത് റൂം ടെമ്പറേച്ചറുള്ള പാലാവാം, അതല്ലെങ്കിൽ തണുത്ത പാലായാലും കുഴപ്പമില്ല, അത് ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കുക. നമ്മൾ ചൂടുള്ള പാലിൽ കസ്റ്റേർഡ് പൗഡർ മിക്സ് ചെയ്തിട്ട് എടുക്കരുത്, നമുക്ക് നന്നായിട്ട് അത് മിക്സായി കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് തണുത്ത പാലിലോ അതല്ലെങ്കിൽ റൂം ടെമ്പറേച്ചർ ആയിട്ടുള്ള പാലിലോ വേണം നമ്മൾ കസ്റ്റേർഡിൻ്റെ പൗഡർ മിക്സ് ചെയ്തിട്ട് എടുക്കാൻ. ഈ രീതിയിൽ ഒട്ടും തന്നെ കട്ടയില്ലാതെ മിക്സ് ചെയ്തെടുത്തിട്ട് ഒരു ഭാഗത്ത് മാറ്റി വെക്കുക. ഇത് നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുള്ള പാൽ അത്യാവശ്യം ഇങ്ങനെ ചൂടായിട്ട് ചെറുതായിട്ട് ഇങ്ങനെ തിള വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഈ ഒരു സ്റ്റേജിലാണ് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള കസ്റ്റേർഡ് പൗഡറിൻ്റെ ആ ഒരു മിക്സ് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കേണ്ടത്. കസ്റ്റേർഡ് പൗഡറിൻ്റെ മിക്സ് കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ ഇനി തീ ചെറുതായിട്ടൊന്ന് കൂട്ടി കൊടുക്കുക. എന്നിട്ട് കൈ എടുക്കാതെ നന്നായിട്ട് തന്നെ ഇളക്കി മിക്സ് ചെയ്തിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മൾ സാധാരണ കസ്റ്റേർഡ് ചെയ്യുന്ന പോലെ ഒരുപാട് അങ്ങനെ കട്ടിക്ക് ക്രീമി ആയിട്ട് വരുന്ന ഒരു ടെക്സ്ചർ അല്ല കേട്ടോ ഇതിനുണ്ടാവുക. കാരണം നമ്മൾ ആകെ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് മാത്രമേ ഇത്രയും പാലിലേക്ക് എടുത്തിട്ടുള്ളൂ. കാരണം കസ്റ്റേർഡ് നല്ലൊരു കുത്തൽ ടേസ്റ്റാണ്, അതായത് ഇങ്ങനെ എടുത്ത് കാണിക്കുന്ന ഒരു ടൈപ്പ് ടേസ്റ്റാണ് കസ്റ്റേർഡ് പൗഡറിനുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മളിതിലേക്ക് ചേർക്കുന്ന ആപ്പിളിൻ്റെ ടേസ്റ്റ് ഒട്ടും തന്നെ വരില്ല. അതുകൊണ്ട് വളരെ കുറച്ച് കസ്റ്റേർഡ് പൗഡർ മാത്രം എടുക്കുക അത് ഈ ഒരു ഡ്രിങ്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളിവിടെ 3 ടേബിൾ സ്പൂൺ കസ്റ്റേർഡ് പൗഡറാണ് ഇതിലേക്ക് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് കസ്റ്റേർഡ് അത്യാവശ്യം ഇങ്ങനെ തിളച്ച് വരുന്നുണ്ട്. 1-2 മിനിറ്റ് നമ്മൾ നന്നായിട്ട് തന്നെ ഇതുപോലെ തിളപ്പിച്ചിട്ട് എടുക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ നന്നായിട്ട് ആ ഒരു കസ്റ്റേർഡിൻ്റെ പൗഡർ നമ്മളൊന്ന് കുക്ക് ചെയ്തിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള പാല് കുറച്ചൊന്ന് റെഡ്യൂസ് ആയിട്ടുണ്ടാവും കേട്ടോ. നമ്മൾ ആദ്യം എടുത്തിട്ട് 2.5 കപ്പ് പാൽ എന്നുള്ളത് ഒരു 2 കപ്പിൻ്റെ അടുത്തേക്ക് കുറച്ചൊന്ന് റെഡ്യൂസ് ആയിട്ടുണ്ടാവും. ഇതുപോലെ നമ്മൾ തിളപ്പിച്ചെടുക്കുന്ന ടൈമിൽ നന്നായിട്ട് 2-3 മിനിറ്റ് തിളച്ചതിന് ശേഷം ഇതിൻ്റെ ഫ്ലെയിം ഓഫ് ചെയ്യണം. എന്നിട്ട് നമ്മൾ നല്ലപോലെ തന്നെ തണുത്തതിന് ശേഷം ഒരു ബോക്സിലോ അതല്ലെങ്കിൽ ഒരു കണ്ടെയ്നറിലോ ആക്കിയിട്ട് നമ്മൾ ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാണ് വേണ്ടത്. ഒന്നെങ്കിൽ നമുക്ക് ഫ്രീസറിൽ വെക്കാം, അതല്ലെങ്കിൽ താഴെ വെക്കാം. എന്തായാലും നമ്മളിത് എടുക്കുന്ന സമയത്ത്, അതായത് ഡ്രിങ്ക് തയ്യാറാക്കാൻ എടുക്കുന്ന സമയത്ത് നല്ലപോലെ തന്നെ തണുപ്പുണ്ടാവണം. അപ്പോൾ ഞാനത് നല്ലപോലെ ചൂട് പോയതിനു ശേഷം ഫ്രിഡ്ജിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മുടെ കസ്റ്റേർഡൊക്കെ അത്യാവശ്യം നന്നായിട്ട് തന്നെ തണുപ്പായിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ഡ്രിങ്ക് തയ്യാറാക്കി തുടങ്ങുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഒരു 1.5 ആപ്പിളാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത്. ഇവിടെ 1.5 ആപ്പിൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുക്കാം. ഇതിന് കൂടെ നമുക്ക് നല്ല തണുത്ത പാലാണ് ചേർത്ത് കൊടുക്കേണ്ടത്. ഒരു 1/2 കപ്പോളം നല്ല തണുത്ത പാല് ചേർക്കാം. അതല്ലെങ്കിൽ നമുക്ക് പാല് ഐസ് ക്യൂബ്സ് ആക്കിയിട്ട് എടുത്തിട്ട് അങ്ങനെ വെള്ളം ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഈ ഒരു സ്റ്റേജിലും ഞാനൊരു 4 ടേബിൾ സ്പൂണോളം ഷുഗർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മധുരം എങ്ങനെയാണോ അതിനനുസരിച്ചുള്ള ഷുഗർ ചേർക്കുക. ഇനി നന്നായിട്ടൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ആപ്പിളിൻ്റെ പീസസൊക്കെ നല്ലപോലെ ബ്ലെൻഡ് ആവുന്ന രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള നമ്മുടെ കസ്റ്റേർഡിൻ്റെ മിക്സ് നല്ലപോലെ തണുത്തിട്ടുണ്ട്. അതാണ് ഇനി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. അത് മുഴുവനായിട്ടും ഒഴിച്ചു കൊടുത്തതിന് ശേഷം വീണ്ടും നല്ലപോലെ തന്നെ നമ്മളിതൊന്ന് ബ്ലെൻഡ് ചെയ്തിട്ട് എടുക്കുകയാണ്. ഇതെല്ലാം കൂടെ നമ്മൾ നന്നായിട്ട് തന്നെ ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് സെർവ് ചെയ്യാനുള്ള ഗ്ലാസ്സിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിങ്ങനെ സെർവ് ചെയ്യുമ്പോൾ ഇതിലേക്ക് വേണമെങ്കിൽ നമ്മുടെ സബ്ജ സീഡ്സൊക്കെ വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം കേട്ടോ. കുറച്ചും കൂടെ സ്പെഷ്യലായിട്ടൊക്കെ നമുക്ക് കുടിക്കണമെന്നുണ്ടെങ്കിൽ അതും കൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ ഇന്ന് എന്തായാലും ഈ ഒരു ഡ്രിങ്കിലേക്ക് കുറച്ച് ആപ്പിൾ ഗ്രേറ്റ് ചെയ്തത് മാത്രമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നമ്മൾ കുടിക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ മിക്സ് ചെയ്തിട്ട് കുടിക്കുകയാണെങ്കിൽ നമ്മൾ ആ ഡ്രിങ്ക് കുടിക്കുമ്പോൾ നമുക്ക് ചെറുതായിട്ട് ഇങ്ങനെ ആപ്പിൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടുണ്ടല്ലോ, അതിങ്ങനെ കഴിക്കാൻ കിട്ടുമ്പോൾ പ്രത്യേക ടേസ്റ്റ് തന്നെയാണ്. എന്നാലും നിങ്ങൾക്ക് ഈ ഒരു ഡ്രിങ്ക് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെട്ടവർ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ ഫ്രണ്ട്സിലേക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്തിട്ട് കൊടുക്കുക. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു. അസ്സലാമു അലൈക്കും.